പ്രിയമുള്ളവരെ നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മളെ നാടിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം ചർച്ച ചെയ്യാൻ വേണ്ടിയാണ്. സാധാരണക്കാരായ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്നതും സാധാരണക്കാരായ ജനങ്ങൾ പറ്റിക്കപ്പെടുന്നതും നമ്മുടെ ഒരു വിഷയം സംസാരിക്കാൻ വേണ്ടിയാണ് ഞങ്ങളെല്ലാവരും ഇവിടെ വന്നത്. ഞാൻ മൂന്നാമത്തെ ദിവസമാണ് കണ്ണമംഗലം PHC കുടുംബാരോഗ്യ കേന്ദ്രം കാണുന്നുണ്ടാവും. എൻ്റെ തൊട്ടു ബാക്കിൽ കുടുംബാരോഗ്യ കേന്ദ്രം. ഈ കുടുംബാരോഗ്യ കേന്ദ്രം കണ്ണമംഗലം കുടുംബാരോഗ്യ കേന്ദ്രം. ഇപ്പൊ ഇവിടെ നിലവിൽ ഇവിടുത്തെ ക്ലീനിങ് സ്റ്റാഫ് ഉണ്ട്. ബാക്കിയൊക്കെ ഡോക്ടേഴ്സും പിന്നെ എല്ലാവരും എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടുന്ന് പോയിട്ടുണ്ട്. ഞാൻ വന്നത് 4 മണി കേട്ടോ. ഞാൻ വന്നത് 4 മണിക്കാണ്. പിന്നെ അപ്പോ ഇത് ഞാൻ പറഞ്ഞു വരുന്നത്, എല്ലാവരും നമ്മളെ സാധാരണക്കാരനായ ജനങ്ങളാണ്. ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണ് നമ്മളെ ഗവൺമെന്റ് PHC, ഗവൺമെന്റ് കുടുംബാരോഗ്യ ഗവൺമെന്റ് ഹോസ്പിറ്റലുകളെ. ഈ ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ ഡോക്ടർമാര്, ഉച്ചയ്ക്ക് ശേഷമുള്ള ഡോക്ടർമാര് വരേണ്ടത് ഇതാണ്. ഇത് ഗവൺമെന്റ് ഓർഡർ ആട്ടോ, കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ ഓർഡർ. നമ്മൾ എന്തെങ്കിലും പറയല്ല. ഇത് സാധാരണക്കാരായ ജനങ്ങൾ ഇത് അറിയണം. സാധാരണക്കാരായ ജനങ്ങൾ ഇതിനെ കുറിച്ച് അറിയണം. അവർക്ക് ബോധം വരണം. കാരണം എന്താ പറയുക, ഇത് ജനങ്ങളെ പറ്റിച്ചിട്ട് ഇവര് നല്ല ഇത് ചെയ്യുന്നുണ്ട്. ഇത് അതിന്റെ നേരെ ഇത് ഇനി നമുക്ക് ഇത് പറഞ്ഞു കൊടുക്കാം. ക്ലാരിറ്റി ഇല്ലേ? അപ്പോ സ്ഥാപനത്തിലെ സേവന സമയക്രമം ഇവിടെ എങ്ങനെയാണ് പിന്നെ ഇത് ഡോക്ടർമാരും സ്റ്റാഫും ഉണ്ടാവേണ്ടത് എന്നുള്ളത് ഞാൻ ആദ്യം പറയാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 9 മണി മുതൽ ഉച്ചക്ക് 1:30 വരെ, ഉച്ചക്ക് 1:30 മുതൽ വൈകിട്ട് 6 മണി വരെ ഇവിടെ ആള് വേണം. നമ്മൾ PHC കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ എന്താക്കിയിട്ടുണ്ട് അറിയോ? 4 മണി കഴിഞ്ഞാല് ഇവിടെ എന്തില്ല, ഇവിടെ OP ഇല്ല എന്ന് പറഞ്ഞ് ഇവിടുത്തെ സാധാരണക്കാരനായ ജനങ്ങളെ മടക്കി അയക്കാണ്. ഇപ്പൊ നമുക്കറിയാം, ഏറനഗർ പഞ്ചായത്തിന്റെ കീഴിലുള്ള കുന്നംപുറം കുടുംബാരോഗ്യ കേന്ദ്രം, അവിടെ 5 മണിക്കും 6 മണിക്കും തന്നാലും ഡോക്ടർമാരും ഉണ്ട്, ആളുകളും വരുന്നുണ്ട്. ഈ സാധാരണക്കാരനായ ജനങ്ങള് ജോലിക്ക് പോയി ഒരു 4:30-5 മണിക്ക് ജോലി മാറ്റി വന്നിട്ട് കുട്ടിനെ കാണിക്കണം, അല്ലെങ്കിൽ അവർക്ക് ഡോക്ടറെ കാണണം എന്ന് വിചാരിച്ചാൽ നമ്മളെ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നടക്കില്ല. സംസ്ഥാന ഗവൺമെന്റിന്റെ ആർദ്രം പദ്ധതിയിൽ സംസ്ഥാന ഗവൺമെന്റ് വലിയ പുരോഗതി പറഞ്ഞു തുടങ്ങിയതാണ് ഈ കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ. നമ്മളെ PHS അടക്കം കുടുംബാരോഗ്യ കേന്ദ്രമാക്കിയത് അങ്ങനെയാണ്. അപ്പൊ ഈ ഡോക്ടർമാര് പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ വർക്ക് ചെയ്യാന്ന് കേട്ടതോടുകൂടി ഇവിടെ നിന്ന് 4 മണിക്ക് ഇറങ്ങുക, ഉച്ചയ്ക്ക് ശേഷമുള്ള ഈവനിങ് സൈൻ ചെയ്തിട്ടാണ് അവർ പോകുന്നത്. മോർണിംഗ് സൈനും ഈവനിങ്ങും സൈൻ ചെയ്തിട്ടാണ് അവർ പോകുന്നത്. അങ്ങനെ പോകുന്ന ഇവര് എന്നിട്ട് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നതാണ് നമ്മൾ അറിയുന്നത്. സാധാരണക്കാരനായ ആളുകളെ പരാതി മൂലമാണ് നമ്മൾ ഇതിന്റെ ഓർഡർ കോപ്പിയും ഒക്കെ സംഘടിപ്പിച്ചിട്ട് ജനങ്ങളെ അറിയിക്കുന്നത്. ഇന്നിപ്പോ ഇവിടെ ഒരു മീറ്റിംഗ് നടക്കുന്നുണ്ട് കേട്ടോ, ആശാ വർക്കർമാരെ. അതിന്റെ സൗണ്ടാണ് എന്റെ പുറകിൽ നിന്ന്. അല്ലാതെ ഹോസ്പിറ്റലായിട്ട് ബന്ധപ്പെട്ട ആളുകള് ആരുമില്ല. ഡോക്ടേഴ്സും ഇവിടുത്തെ ലാബ്, അതേമാതിരി നമ്മളെ ഫാർമസി, ഇതൊന്നും ഇവിടെ ഇല്ല. അവരൊക്കെ പൂട്ടി പോയിട്ടുണ്ട്. ക്ലീനിങ്ങിന്റെ ഒരാൾ മാത്രമാണ് ഇപ്പോൾ അവിടെ. 4 മണിക്ക് അന്ന് വന്നു. ഇന്നലെ ഞാൻ 5 മണിക്ക് വന്നു. പിന്നെ ഞാൻ 5:10, ഇന്നലെ 3:45 പോയി. പിന്നെ ഞാൻ 5:10 വന്നു. ഇപ്പൊ ഒന്നും ഇവിടെ ആരുമില്ല, ഒരാള് പോലും ഇല്ല. അപ്പൊ ഇതിന് ജനങ്ങൾ അറിയണം. ഇങ്ങനെ അതുപോലെ സൺഡേയില് ഇവിടെ സൺഡേയില് തുറക്കാറ് പോലും ഇല്ല എന്നാ പറഞ്ഞത്. നമ്മൾ സാധാരണക്കാർ ജനങ്ങൾ പറയും ഇവിടെ തുറക്കാറ് പോലില്ല. സൺഡേയില് കണ്ടില്ലേ, ഞായർ രാവിലെ 9 മണി മുതൽ ഉച്ചക്ക് 1:30 വരെ ഇവിടെ ആള് വേണം. അപ്പൊ ഇത് ജനങ്ങളെ നികുതി പണം കൊണ്ട് ശമ്പളം വാങ്ങിയിട്ട് ഇവര് ജനങ്ങളെ പറ്റിക്കല്ല. ഇത് ചോദ്യം ചെയ്യണ്ടേ? ഇത് ചോദ്യം ചെയ്യേണ്ട ഉദ്യോഗസ്ഥർ പോലും ഇവിടെ ഇല്ല. ഞങ്ങൾ ഇതിന്റെ പിന്നിൽ തന്നെ ഉണ്ട്. ഇനി അടുത്തത് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് മലപ്പുറം DMOക്ക് ഇതിന്റെ പരാതി കൊടുക്കൽ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. കാരണം ഇങ്ങനെ ജനങ്ങളെ നികുതി പണം കൊണ്ട് ശമ്പളം വാങ്ങിയിട്ട് ജനങ്ങളെ നോക്കാൻ ഇവർക്ക് സൗകര്യം ഇല്ലെങ്കിൽ എന്താ നമ്മൾ ചെയ്യാ? ഇപ്പൊ ഇവരെ മകനെയും കൊണ്ട് വന്നിരുന്നു ഒരു 4-5 ദിവസം മുമ്പ്. അപ്പൊ 4 മണി ആയപ്പോ അവരോട് പറഞ്ഞാൽ 4 മണി ആയിക്കുന്ന ഡോക്ടർമാര് പോയി എന്ന്. ഇവിടെ ഒരു പോസ്റ്റർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഇന്ന് ഉച്ചയ്ക്ക് ശേഷം OP ഇല്ല എന്ന്. എന്നാ ഈവനിങ് വരുന്ന ഈ ഡോക്ടർ ഒപ്പിടാൻ പാടില്ലല്ലോ, ഉച്ചയ്ക്ക് ശേഷമുള്ള ഡോക്ടർ ഒപ്പിടാൻ പാടില്ലല്ലോ, അയാള് ജോലി ചെയ്യുന്നില്ലെങ്കിൽ. എന്നാലും അവര് ജോലി ചെയ്യുന്നുണ്ട്, ഡോക്ടർമാരെ സേവനം ജനങ്ങൾക്ക് കിട്ടുന്നില്ല. അപ്പൊ ഇത് സർക്കാർ തലത്തിൽ എല്ലാവരും ഇത് മാക്സിമം ഷെയർ ചെയ്ത് ജനങ്ങളെ അറിയിക്കുക. ഇവിടെ വരുന്ന ജനങ്ങൾക്കുള്ള സേവനങ്ങൾ കിട്ടണം. സാധാരണക്കാരന് കിട്ടേണ്ട സേവനങ്ങളാണ് ഇവിടെ കിട്ടേണ്ടത്. അത് കിട്ടാതെ ഇങ്ങനെ ജനങ്ങളെ പറ്റിച്ച് നടക്കുന്ന ഏത് ഡോക്ടർ ആണെങ്കിലും ശരി, നമുക്ക് അവരോടൊന്നും ഒരു വിട്ടുവീഴ്ചയില്ല. കാരണം നമുക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ തടയാൻ നമ്മൾ അനുവദിക്കാനും പാടില്ല. അപ്പൊ അതുകൊണ്ട് എന്റെ വോയിസ്, എന്റെ ശബ്ദം കേൾക്കുന്ന എല്ലാവരോടും
നമ്മുടെ ഈ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ സമയം ഞാൻ ഇങ്ങോട്ട് പറഞ്ഞു. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 9 മണി മുതൽ ഉച്ചക്ക് 1:30 വരെ വേണം. ഉച്ചക്ക് ശേഷം 1:30 മുതൽ, അതായത് ഇവിടെ 2 മണിക്കാണ് ഇപ്പൊ ഡോക്ടർ വരുന്നത് എന്നാ പറഞ്ഞത്, എന്നിട്ട് 4 മണിക്ക് പോകും. അതല്ല വേണ്ടത്. 1:30ക്ക് വന്നിട്ട് 6 മണി വരെ അവിടെ നിൽക്കണം. അതുപോലെ ഞായറാഴ്ച രാവിലെ 9 മണി മുതൽ ഉച്ചക്ക് 1:30 വരെ. ഇനി ഇവിടുത്തെ ഇതിന്റെ സമയം എത്ര അറിയാം നിങ്ങള്? മെഡിക്കൽ അപ്പൊ ഇങ്ങനെ ജനങ്ങളെ പറ്റിച്ചിട്ട് ഇവര് പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾ പോയിട്ട് ഫാർമസിന്റെ സേവനങ്ങൾ, ഇതാണ് ഫാർമസി സേവനങ്ങൾ വരേണ്ടത് രാവിലെ 9 മണി മുതൽ തിങ്കൾ മുതൽ ശനി വരെ. ഫാർമസി സേവനം 7 ദിവസവും വേണം. അതിൽ തിങ്കൾ മുതൽ ശനി വരെ 9 മണി മുതൽ 6 മണി വരെ. ഞായറാഴ്ച മാത്രം 9 മണി മുതൽ ഉച്ചക്ക് 1:30 വരെ. ഇതൊക്കെ എത്ര ആളുകൾ എന്റെ ഈ ശബ്ദം കേൾക്കുന്ന നമ്മളെ ഈ വാളക്കുടയും നമ്മളെ കണ്ണമലം പഞ്ചായത്തിലുള്ള ആളുകളുണ്ട്. അവരിവിടെ വന്ന ആളുകൾക്കൊക്കെ അറിയാം. 4 മണിന്റെ മുമ്പേ ഇവര് ഡോക്ടർമാര് പോകും.